ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ പ്രിയ ദൈവജനമേ, നമ്മൾ അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാൻ പോകുന്ന സമയമാണ്. ഈ സമയം അത്രയും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഈ ശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുത്താൽ, ഈ സ്തുതി ആരാധനയ്ക്കായി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചാൽ, വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരുപക്ഷേ ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ഒത്തിരിയേറെ തകർന്ന അവസ്ഥയിലൂടെ, അത് ജീവിതത്തിലെ ഏതെങ്കിലും കാര്യമായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അതെന്തുമായിക്കൊള്ളട്ടെ, ദൈവം പറയുന്നു, നീ നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ മേൽ നിനക്കൊരു വിജയം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇത് ദൈവത്തിന്റെ പ്രൊഫസിയാണ്, ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഞാൻ നിന്നെ വിടുവിക്കും. നീ തീച്ചൂളയിലാണെങ്കിലും പൊന്നുപോലെ ഞാൻ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്നേഹനിധിയായ ദൈവമാണ്. ആമേൻ. ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കാരണം ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോയിട്ടുള്ളവരാണ്. ഇന്നും അതിനെയെല്ലാം അതിജീവിച്ച് ക്രിസ്തു യേശുവിൽ വലിയ അനുഗ്രഹത്തിന് ഉടമകളാക്കി ദൈവം മാറ്റിയിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യപൂർവം വിശ്വാസത്തോടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, ആ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കുവാൻ ദൈവത്തിന്റെ ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നാം കാണുന്നു. റോമർ 8:28. താൻ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും, ഒരു കാര്യം മാത്രമല്ല, സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1 അധ്യായം അതിന്റെ 6-7 തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ, നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരം, യേശു എന്ന നാമം. നീ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? നീ പൊട്ടിപ്പാളിഷായിരിക്കുന്ന അവസ്ഥയിലാണോ? നിന്നെ ആരും സഹായിക്കുവാനില്ല, എന്നെ മനസ്സിലാക്കുന്നവർ ആരുമില്ല. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന സമയമാണെങ്കിലും, പ്രിയ പൈതലേ, നീ ഭാരപ്പെടേണ്ട. നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവിൻ. ആ യേശുവിനെ നീ കണ്ടെത്തിയാൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇതാ നാം കാണുന്നു 1 പത്രോസ് 1-ാം അധ്യായം 6-7 വചനഭാഗം. അല്പകാലത്തെ വിവിധ പരീക്ഷകൾക്ക് നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിനാൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിയെ, ശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം.
അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും നിങ്ങളുടെ പരീക്ഷകളെ യേശുവിനോട് ചേർത്ത് ആ പരീക്ഷകളെ അതിജീവിക്കുവാൻ സാധിച്ചാൽ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ചങ്ങലകളെ പൊട്ടിച്ച്, തടവറയെ പൊട്ടിച്ച്, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു അഭിഷേക കരുത്ത് ഈ ശുശ്രൂഷയിലൂടെ നേടിയെടുക്കുവാൻ നമുക്കൊരു കീർത്തനഗാനം പാടി പോകാം. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാണ്, ഇതൊരു വിടുതലിന്റെ സമയമാണ്, ഇത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയമാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം നീ ദർശിക്കും. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഞങ്ങളോടൊപ്പം ഈ ഗാനത്തിന്റെ വരികൾ ഏറ്റുപാടി അത് ഹൃദയത്തിൽ വിശ്വാസപൂർവം ഏറ്റെടുത്ത് പ്രാർത്ഥനാപൂർവം ഈ ഗാനം നമുക്കൊന്നു ചേർന്ന് പാടി ദൈവത്തിന്റെ ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. Amen. ക്ലേശകാലത്ത് കൂടാര വീരിപ്പാൻ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാര വീരിപ്പാൻ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വീരിപ്പാൻ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാര വീരിപ്പാൻ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പാടാം. അല്പകാലം അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, ആരെല്ലാം നിങ്ങളെ തകർക്കാൻ നോക്കിയാലും, ദൈവത്തിന്റെ പ്രിയ ജനമേ, പ്രിയ പൈതലേ, നിന്നെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. ഈ മഹത്വം നമുക്ക് വെളിപ്പെടും. ഈ ശക്തി നമ്മളെ നയിക്കും. ആമേൻ. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ നിനക്കേശുകില്ല. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളത് പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. ഉയർന്നതാണ് പാറ, ബലമുള്ളത് പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ
എന്നെ അവൻ കയറ്റി നിർത്തും. പാടാം. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് ആമേൻ കൂടാരവിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അവൻ നിന്നെ മറയ്ക്കുന്ന കരങ്ങളാണ്. ക്ലേശകാലത്ത് ഹല്ലേലൂയ. കൂടാരവിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ എന്നെ അവൻ കയറ്റി നിർത്തും. ആമേൻ. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, അതിൽ നാം കാണുന്നു, നിന്റെ ശത്രുക്കൾ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ ഞാൻ അവനെ പാലായനം ചെയ്യിപ്പിക്കും. ഇത്ര മഹത്തനായ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്റെ തകർച്ചകളോ, നിന്റെ പരിഹാസങ്ങളോ, നിന്റെ പ്രതിസന്ധികളോ, നിന്റെ പരാജയങ്ങളെല്ലാം എടുത്തു നീക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി വിശ്വാസത്തോടെ വിജയം പ്രാപിക്കാം. നിന്ദനങ്ങൾ നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്ദനങ്ങൾ നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്നെ വേട്ടയാടിയ തലകൾക്കുമീതെ നിന്റെ ശിരസ്സുയർത്തി നിർത്തും. നിന്റെ വേട്ടയാടിയ തലകൾക്കുമീതെ നിന്റെ ശിരസ്സുയർത്തി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അന്നേ അവൻ കയറ്റി നിർത്തും. ചേർന്ന് പാടാം. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒരിക്കൽ കൂടി പാടിക്കേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. പാടാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ആരാധന 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 ആരാധന. പാടി ആരാധിക്കാം. പാടി ആരാധിച്ചേ. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ആരാധന. ഇത് വിടുതലിന്റെ സമയമാണ്. ആരാധിക്കാം. ഇത് രക്ഷയുടെ സമയമാണ്. ആരാധിക്കാം. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. നമ്മുടെ
ആകട്ടെ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മേൽ ദൈവം ഇതാ നിനക്ക് കരുത്ത് നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ, ആമേൻ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ നിന്നെ അവൻ ഉയർത്തും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. നീ നശിച്ചു പോയെന്ന് ആര് പറഞ്ഞു? നീ തകർന്നു പോയെന്ന് ആര് പറഞ്ഞു? ഇനി നിന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്ന് ആര് പറഞ്ഞു? മകനെ, മകളെ, യേശു നിനക്ക് മതിയായവനാണ്. യേശു നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ, നിന്നെ അകറ്റിയവരുടെ മധ്യേ ദൈവം നിന്നെ ഉയർത്തി നിർത്തും. ഇത്ര മഹത്വപൂർണനായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ജോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, നിന്നെ സൃഷ്ടിച്ചവനല്ലാതെ മറ്റാർക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചാരാധിച്ചാൽ ഒളിമങ്ങാത്ത ദൈവിക തേജസ് കൊണ്ട് നിന്നെ നിരന്തരം അവിടുന്ന് പൊതിയും. ആമേൻ. അതുകൊണ്ട് എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സൃഷ്ടാവായ ദൈവത്തെ നാം ചേർന്ന് പാടി സ്തുതിക്കുവാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന ഗാനം, ഈ സ്തുതിയുടെ ഗാനം, ഈ മഹത്വത്തിന്റെ ഗാനം പാടുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. 34-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വചനഭാഗത്ത് നാം കാണുന്നു, എന്നോടൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് എന്നതുപോലെ ഇതാ ഞങ്ങളോടൊപ്പം മഹത്വപൂർണനായ ദൈവത്തെ പാടി സ്തുതിക്കാം. കൈത്താളങ്ങളാലും തമ്പുരുവാലും സർവ സംഗീത ഉപകരണങ്ങളോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്കൊന്ന് ചേർന്ന് ഈ കീർത്തനഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. യേശു നല്ലവനല്ലോ, സ്തുതിച്ചു പാടും ഞാൻ. യേശു വല്ലഭനല്ലോ, പാടും ഞാൻ. യേശു നല്ലവനല്ലോ, സ്തുതിച്ചു പാടും ഞാൻ. യേശു വല്ലഭനല്ലോ, പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്നു ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്നു വാഴ്ത്തി പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്നു ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്നു വാഴ്ത്തി പാടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും. ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. യേശു നല്ലവനല്ലോ, ഇന്നു സ്തുതി
സ്തുതിച്ചു പാടും ഞാൻ. യേശു നല്ലവനല്ലോ, ഇന്നു ആർത്തു പാടും ഞാൻ. യേശു നല്ലവനല്ലോ, ഇന്ന് സ്തുതിച്ചു പാടും ഞാൻ. യേശു വല്ലഭനല്ലോ, ഇന്നു ആർത്തു പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്ന് ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്നു വാഴ്ത്തി പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്ന് ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്നു വാഴ്ത്തി പാടും ഹല്ലേലൂയ, ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. ആമേൻ. കൈത്താളങ്ങളാലും തപ്പുകളാലും കിന്നരം മീട്ടിയും നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുവിൻ. എന്തെന്നാൽ നാശകരമായ കുഴിയിൽ നിന്നും അവിടുന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സന്തോഷിക്കാം. ആമേൻ. നാശകരമായ കുഴിയതിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. 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 എന്റെ കാലുകൾ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകൾ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, യേശുവിനെ ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഉയർത്തി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ പാടി ആരാധിക്കാം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. യേശു നല്ലവനല്ലോ, ഇന്ന് സ്തുതിച്ചു പാടും ഞാൻ. യേശു വല്ലഭനല്ലോ, ഇന്ന് ആർത്തു പാടും ഞാൻ. യേശു നല്ലവനല്ലോ, ഇന്ന് സ്തുതിച്ചു പാടും ഞാൻ. യേശു വല്ലഭനല്ലോ, ഇന്ന് ആർത്തു പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്ന് ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്ന് വാഴ്ത്തി പാടും ഞാൻ. യേശു ഉന്നതനല്ലോ, ഇന്ന് ഉയർത്തി പാടും ഞാൻ. യേശു വലിയവനല്ലോ, ഇന്ന് വാഴ്ത്തി പാടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചാരാധിക്കട്ടെ. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അന്ന് ചേർന്ന് സ്തുതിക്കാനായിക്കട്ടെ. You praise you, Lord. Hallelujah, യേശുവേ. Hallelujah, hallelujah. Jesus, hallelujah, hallelujah. Hallelujah, യേശുവേ, 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 യേശുവേ.
പാടിക്കേ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പാടി ഞങ്ങളോടൊപ്പം പാടി ആരാധിക്കാം ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ 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 പാടി വണങ്ങിടും ഞാൻ. പരമപരിശുദ്ധനായ സ്തുതികളുടെ മധ്യേ വസിക്കുന്നവനായ സർവശക്തനായ ദൈവം, തേജോമയനായ മഹത്വപൂർണനായ ആ ദൈവത്തെ സ്തുതിക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ എത്രയോ ഭാഗ്യം ലഭിച്ചവരാണ്. 81-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ നാം കാണുന്നു, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. ആമേൻ ആമേൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചസ്വരത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. കരഘോഷത്തോടും സംഗീത വാദ്യ ഉപകരണങ്ങളോടുകൂടി സൃഷ്ടാവായ ദൈവത്തെ പാടി സ്തുതിക്കാൻ സാധിക്കുക. അതാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായ കാര്യം. അത് നാം നേടിക്കഴിഞ്ഞാൽ, ആ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ജീവിതം ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ കൃപയിലേക്ക് നയിക്കപ്പെടുന്ന ജീവിതമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തെ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ചേർന്നു പാടി ആരാധിച്ച, ചേർന്നു പാടി സ്തുതിച്ച, മഹത്വപ്പെടുത്തിയ എല്ലാ ദൈവജനത്തെയും നമ്മുടെ ദൈവം, ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ കരം നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.